ഹലോ ഹായ് വണക്കം മക്കളെ വണക്കം. അങ്ങനെ ഇന്ന് ബാലൻ എന്ന സിനിമയുടെ ട്രെയിലർ വന്നിരിക്കുകയാണ്. അതായത് ഡയറക്ടർ നമ്മുടെ മഞ്ഞുമൽ ബോയ്സിൻ്റെ ഡയറക്ടറായിട്ടുള്ള ചിദംബരം, റൈറ്റർ ആവേശത്തിൻ്റെ ഡയറക്ടർ ജിത്തു മാധവൻ, മ്യൂസിക് സുഷിൻ ശ്യാം സുഷ് മ്യൂസിക്കൽസ്, സിനിമാറ്റോഗ്രാഫി ഷൈജു ഖാലിദ്. ഇതിൽ കൂടുതൽ എന്തിനു വേണം? ഇതിൽ കൂടുതൽ ശരിക്കും എന്താണ് ഇതിനകത്ത് വേണ്ടത്? എനിക്ക് അറിയാൻ മേല. സോ എന്തായാലും പടത്തിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്, അതൊന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യം സംസാരിക്കാം. തുടക്ക വിഷയമാണല്ലോ. ഫ്രം ദ ഡയറക്ടർ ഓഫ് ജാനേമൻ ആൻഡ് മഞ്ഞുമൽ. സൂചന മുഖത്ത് നോക്കിയിട്ട് കള്ള. നമ്മുടെ പുതിയ കഥ എന്താണ്? നമ്മുടെ പുതിയ കഥ എന്താ? പുതിയ പേരെന്താ? സോ ഇവർ പല ഐഡൻറ്റിറ്റിയിൽ പലയിടങ്ങളിലായിട്ട് പല പേരുകളിലൊക്കെ ജീവിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ടാണ് കുട്ടി അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്. കിട്ടു ഫ്രെയിംസ് കേട്ടോ, ഒരു രക്ഷയില്ല. ആ നമ്മുടെ അണ്ണല്ലേ, ജീൻ പോൾ ലാൽ. സംഭവം ഇവർക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യുമോ പറയാൻ പറ്റില്ല. പേരുണ്ടാവും. എൻ്റെ മോനെ സീൻ സാധനം. അമ്മ അവരെന്തെങ്കിലും ചെയ്യുമോ? ഷൈജു ഖാലിദ്, ഗിരീഷ്, ജിത്തു മാധവൻ, ആരോടും പോയി കഥൊന്നും പറഞ്ഞു വെക്കരുത്, പ്രത്യേകിച്ച് പോലീസുകാരോട്. ചക്രം തേടി വെട്ടിക്കണ്ടിച്ച് കുഴിച്ച് ഓടിയോ? അതാണല്ലോ നിന്റെ ഒരു സ്റ്റൈല്. എന്തായിരുന്നു പറയടാ? അമ്മ അമ്മ എൻ്റെ മോനെ സീൻ സാധനം ഹെവി ആയിട്ട് കേട്ടാ. ഒരു ഭയങ്കര ക്വാളിറ്റി ഉള്ളൊരു സാധനം. അത് പ്രൊഡക്ഷൻ ക്വാളിറ്റി ആണെങ്കിലും വിഷ്വൽ ക്വാളിറ്റി ആണെങ്കിലും ആ ട്രെയിലർ തരുന്നൊരു ഹോണ്ടിങ് ഫീൽ ഉണ്ടല്ലോ. വേറെ റേഞ്ച് പരിപാടിയാണ് ഇവർ ചെയ്തു വച്ചേക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ആ ട്രെയിലർ അയ്യോ ഒരു രക്ഷയില്ല കേട്ടാ. എന്തോടെ ചെയ്തു വച്ചേക്കുന്നേ. ആ കൊച്ചു പയ്യനൊക്കെ എന്നാ പെർഫോമൻസ്. അത് മെയിൻ ആക്ടർ ആര്? പുള്ളിക്കാരി, എനിക്ക് പുള്ളിക്കാരിൻ്റെ പേരറിയത്തില്ല. അയ്യോ ഇതിൽ കൊടുത്തിട്ടില്ലല്ലേ. അയ്യോ ഇതിലില്ല. ആർട്ടിസ്റ്റുകളുടെ പേരും കൂടി ഇതിനകത്തൊന്ന് ഉൾപ്പെടുത്തിക്കൂടെ എണ്ണാ. പക്ഷെ എൻ്റെ അളിയ സീൻ പരിപാടി കേട്ടോ, എനിക്ക് പൊള്ളിച്ചിഷ്ടപ്പെട്ട്. അതായത് മുമ്പ് നമ്മുടെ മഞ്ഞുമൽ വന്ന സമയത്ത് പറഞ്ഞിട്ടുള്ളൊരു മെയിൻ കാര്യം ഉണ്ടായിരുന്നു, മലയാള സിനിമയുടെ സീൻ മാറുമെന്ന്. അത് ഒന്നൊന്നര മാറ്റം അങ്ങ് മാറി, അത് ആ വഴിക്ക് പോയി. ഇപ്പോൾ ദേ അടുത്തത് വന്നേക്കാണ്. ഒരു ട്രെയിലർ തന്നെ അത്രയും പവർഫുള്ളായിട്ട് നമുക്ക് ആ സിനിമയോടുള്ളൊരു കണക്ഷൻ കീപ്പ് ചെയ്യാനുള്ളൊരു ചാൻസ് ഇട്ട് തരികയാണെന്നുണ്ടെങ്കിൽ ഷുവർ ഷോട്ടാണ്. ഓഡിയൻസിന് നല്ല മേക്കിംഗ് ക്വാളിറ്റി ഉള്ള പടങ്ങളൊക്കെ കാണാൻ ഇപ്പോൾ നല്ല താല്പര്യമുണ്ട്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോവുകയും ചെയ്യും. സോ ഈ ഒരു ട്രെയിലർ വേണ്ട രീതിയിൽ എത്തേണ്ട രീതിയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഇതിന് കിട്ടാൻ പോണൊരു അപ്രിസിയേഷൻ പൊളിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഒരു പ്രഡിക്ഷനൊന്നുമല്ല, പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മുടെ മനസ്സിനൊരു ഒരു ഇത് വരുമല്ലോ, ഒരു കണക്ഷൻ കിട്ടുമല്ലോ. ഈ സംഭവത്തിൻ്റെ ഔട്ട് കാണുമ്പോൾ നമുക്കൊരു ഫീല് കിട്ടുമല്ലോ. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഭയങ്കര ഇതായിട്ട് വന്ന പല സിനിമകളുടെയും നമ്മൾ ട്രെയിലർ കാണുമ്പോഴത്തേക്ക് ഒരു ഓക്കേഷ് ഫീൽ തോന്നിയിട്ടുണ്ട്. പക്ഷേ തിയേറ്ററിൽ എത്തുമ്പോഴത്തേക്ക് ചിലത് നന്നാവും, ചിലത് മോശമാവും. പക്ഷേ ഇത് കറക്റ്റ് പക്ക
എന്താണ് പറയേണ്ടത് അതിന്? ആ രീതിയിൽ ഓഡിയൻസിനെ ഇങ്ങനെ അവിടെയും തൊടിച്ചില്ല ഇവിടെയും തൊടിച്ചില്ല എന്ന് പറയുന്ന രീതിയിൽ ഇങ്ങനെ ഇട്ട് കളിപ്പിക്കുന്നൊരു പരിപാടി ഉണ്ട്. അത് ട്രെയിലർ തന്നെ കിട്ടിയിട്ടുണ്ട്. പടത്തിൽ ഈ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. ആ കിട്ടിക്കഴിഞ്ഞാൽ പടം വേറെ റേഞ്ച് കയറും. ആ ആക്ട് ചെയ്തിരിക്കുന്ന പയ്യനൊക്കെ എന്നാ പരിപാടിയാണ്. സത്യം പറഞ്ഞാൽ പണ്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഈ കൊറിയൻ സിനിമകളുടെയൊക്കെ റിവ്യൂ ഒക്കെ പറയുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുണ്ട്, അവിടത്തേക്ക് പിള്ളേരെ എന്നാ പെർഫോമൻസാണ് ചെയ്യുന്നതെന്ന്. നമ്മളെ പിള്ളേർ ചെയ്തിട്ടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ എന്നിരുന്നാലും കുറേ കിഡിഷായിട്ടുള്ള കുറേ ഒരു ചേഷ്ടകളും കുറേ സാധനങ്ങളും ഒക്കെ അവരുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ചുമ്മാ പ്രസൻറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് ഇട്ട് കൊടുക്കും. പക്ഷേ ഇത് സട്ടിൽ സാധനം. പയ്യൻ മോനെ നീ ആരാണോ, നിൻ്റെ പേരൊന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല, ഞാൻ കാസ്റ്റിംഗ് ഒന്നും തപ്പിയതുമില്ല. എന്താണെങ്കിലും വേറെ റേഞ്ച് പരിപാടി ചെയ്തു വച്ചേക്കുന്നത്. അതുപോലെ അമ്മയായിട്ട് ചെയ്തിരിക്കുന്ന ആക്ട്രസും പൊളി. പിന്നെ സുഷിൻ്റെ BGM വേറെ റേഞ്ച് പരിപാടിയാണ് ചെയ്തു വച്ചേക്കുന്നത്. എന്തായാലും തിയേറ്ററിൽ തന്നെ ഇത് കാണേണ്ട പടമാണ്. ഒരു രക്ഷയില്ലാത്തൊരു ട്രെയിലർ കട്ട്. അത് ചെയ്തിരിക്കുന്നത് വേറെ റേഞ്ചിൽ തന്നെയാണ് എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ പടത്തിലും ഇതേ ഒരു റേഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ ഉള്ള ഫീൽ എന്തരായിരിക്കും. എന്തായാലും ജിത്തു മാധവൻ്റെ ആ പൈങ്കിളിക്കകത്തുള്ള ആ ഒരു ഇതങ്ങ് പോയി കിട്ടി. അത് മാറി. എനിക്ക് പക്ഷേ പൈങ്കിളി ഇഷ്ടപ്പെട്ട പടം കേട്ടോ, അത് വേറെ കാര്യം. പൈങ്കിളി എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട വർക്കായൊരു പടമായിരുന്നു. പക്ഷേ ഇത് സംഭവം സീനാവും കേട്ടോ. ആ പോസ്റ്റേഴ്സ് ആണെങ്കിലും വിഷ്വൽസ് ആണെങ്കിലും ഒക്കെ ഭയങ്കര ക്വാളിറ്റി ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. സോ എന്തായാലും കണ്ടു നോക്കാം. എനിക്ക് സംഭവം വർക്കായി. അപ്പോൾ എന്തായാലും തിയേറ്റർ വരട്ടെ, കാണണം. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഹൈപ്പ് അടിക്കാൻ പറ്റിയാൽ ഹൈപ്പ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസും റിവ്യൂസും റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.